ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യലെന്ന് നോക്കാം. അപ്പോൾ ചെമ്മീനാണ് ഇന്നത്തെ സ്പെഷ്യൽ, ചെമ്മീൻ ചമ്മന്തി. അതിന് വേണ്ടത് നാളികേരം, നമ്മുടെ ചെറിയ ഉള്ളി, മുളക് പൊടി, പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ഉപ്പ്. ഇത്രയും ചേരുവകളുണ്ട് നമുക്ക് പെട്ടെന്നൊരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ട് ഈ ചെമ്മീനൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുക്കാന്ന് വെച്ചാൽ അതിൻ്റെ കളറൊക്കെ മാറി വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ അത് നല്ലപോലെ ഫ്രൈ വെച്ചാൽ മൊരിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം, അതും ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കൂടുതൽ തീയായിപ്പോയാൽ കരിയും. ഇനി നമുക്ക് ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു മുറി തേങ്ങയാണ് ഇട്ടതേ. അതിലേക്ക് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി, മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന്. ഞാനിവിടെ 2 സ്പൂണാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. ഞാനിപ്പം കുറച്ച് ഉപ്പ് കൂടുതലായിട്ടാണ് ഇട്ടതേ, പക്ഷെ കുഴപ്പമില്ല, ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് കറക്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അത് നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടത്, വടി അരയാൻ പാടില്ല, ജസ്റ്റ് രണ്ടടി അടിക്കണം. എന്നിട്ട് നമ്മൾ ഈ ചെമ്മീൻ വറുത്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് അതൊന്ന് അടിച്ചെടുക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വേറെ കറിയൊന്നും വേണ്ട, നമുക്ക് ഈ ചെമ്മീൻ മാത്രം ഉണ്ടെങ്കിൽ സുഖം. അത് കഴിഞ്ഞിട്ട് കുറച്ച് അയല ഉണ്ടായിരുന്നേ, അതിനെ ഞാൻ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി പെട്ടെന്ന് തന്നെ ഒരു അയലക്കറി ഉണ്ടാക്കി കേട്ടോ. നമ്മുടെ ഇതിൽ കാണുമ്പോൾ എരിവ് കുറവായിട്ട് തോന്നും, പക്ഷെ നല്ല എരിവുണ്ട്, കളറുണ്ടായിരുന്നേ. മുരിങ്ങയ്ക്കയും ടൊമാറ്റോയും പച്ചമുളകുമാണ് അതിൽ ഇട്ടതേ. ഞാൻ ഇട്ട് നല്ലപോലെ ഇളക്കി. പിന്നെ ലാസ്റ്റ് നമുക്ക് എല്ലാത്തിനും വേണ്ടത് കറിവേപ്പിലയില്ലേ, ആ കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയെടുത്ത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പൊക്കെ കറക്റ്റ് പാകമായിരുന്നു. അത് തിളച്ചൊക്കെ വന്നപ്പം അയ്യോ എന്ത് മണം! അപ്പം തന്നെ എനിക്ക് ചോറ് കഴിച്ചോളാൻ വയ്യായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത അടുപ്പ് വെച്ചിട്ട് മീനുണ്ടായിരുന്നു കേട്ടോ. അയല തന്നെ കുറച്ച് ഞാൻ കറിയും വെച്ച് കുറച്ച് പൊരിക്കാനും വെച്ച്. അങ്ങനെ അയല പൊരിക്കുകയും ചെയ്തേ. ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് 3 കഷ്ണമാണ് എടുത്തത്. 3 കഷ്ണം പൊരിക്കുകയും ചെയ്ത് അങ്ങനെ ഉച്ചയ്ക്ക് സുഖമായിട്ട് ചോറും ചീരത്തോരനും നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിയും മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ ആയിട്ട് സുഖമായിട്ടുണ്ട് കേട്ടോ. അപ്പം